ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ബാംഗ്ലൂർ സ്റ്റൈൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. സാധാരണ ബാംഗ്ലൂരൊക്കെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചവർക്കറിയാം, ഇതുപോലെ നല്ല ഗ്രീൻ കളറിൻ്റെ ഒരു ബിരിയാണി കിട്ടും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് തയ്യാറാക്കാനും അധിക സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ടേസ്റ്റും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരി എടുത്തിട്ടുണ്ട്. ഇത് സോനാ മസൂരി അരിയാണ്. സാധാരണ ജീരകശാല അരിയിലോ അല്ലെങ്കിൽ സോനാ മസൂരി അരി കൊണ്ടോ നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കാം. ഇതുപോലെ ഒരു കപ്പിന് 4 കപ്പ് സോനാ മസൂരി അരിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക്, നമ്മൾ മുളക് പൊടി ചേർക്കുന്നേ ഇല്ല. പിന്നെ ഒരു പിടിയോളം മേത്തി ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇല, പിന്നെ പുതിന ഇല ഒരു പിടിയോളം, പിന്നെ ഒരു പിടിയോളം പാലക് സൊപ്പ്, പാലക്കിൻ്റെ ഇല, പിന്നെ ഒരു പിടിയോളം മല്ലിയില. ഇത്രയും നമ്മൾ ഒഴിവാക്കാതെ ഇതിന് ചേർക്കണം ഈ ബിരിയാണിക്ക്. ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഞാൻ ഒരു 3/4 കിലോയോളം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. 2 മീഡിയം സൈസിലെ തക്കാളിയും 2 സവാളയും ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം. പിന്നെ 1 കപ്പ് കട്ട തൈരും വേണം ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് പൊടികൾ വേണ്ടിയത്, ഒരു വലിയ സ്പൂണിന് 1 സ്പൂണ് ഗരം മസാല പൊടി. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ്. ഗരം മസാല പൊടിക്ക് പകരം ബിരിയാണി പൗഡർ എടുത്താലും മതി. 1 സ്പൂണ് ഗരം മസാലപ്പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും. വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത്രയും മാത്രം മതി. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ ചൂടാകാനായിട്ട് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു എണ്ണ, നമുക്ക് ഏതെണ്ണയാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. മുഴുവനോടെയുള്ള ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഹോൾ മസാല, നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, എന്തൊക്കെ ഹോൾ മസാലയുണ്ടോ അത് ചേർക്കാം. പിന്നെ കുറച്ച് ബിരിയാണിയുടെ ഇല ഇല്ലെങ്കിൽ, ഇങ്ങനത്തെ ബിരിയാണിയുടെ ഇല ഇല്ലെങ്കിൽ ബേ ലീഫ് ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ആ ജീരകവും മസാലയും ബിരിയാണി ലീഫും ഒക്കെ ഫ്രൈ ആകുന്ന ഒരു മണം വരും. അത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കുറച്ച് ബ്രൗൺ കളർ ആവണം. ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആകേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി. ഇനി നമ്മളിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു വലിയ സ്പൂണിന് 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വറുത്ത് ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ച മണമെല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രീൻ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം, അധികം വെള്ളമാകാൻ പാടില്ല, കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളമെല്ലാം പറ്റി ആ ഗ്രീൻ മസാലയിൽ കിടന്ന് തന്നെ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം വെന്ത് മസാലയെല്ലാം എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണം. അതാണ് നമ്മുടെ ഈ ബിരിയാണിക്കുള്ള ടേസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പേസ്റ്റ് പരുവത്തിലായി കഴിയുമ്പോൾ, ആ വെള്ളമെല്ലാം പറ്റി പേസ്റ്റ് പരുവത്തിലായി കഴിയുമ്പം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാലപ്പൊടികളും നമ്മുടെ ആ ഗ്രീൻ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി ആ മസാലപ്പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് മസാല തയ്യാറാകണം. ഇതുപോലെ മസാല നന്നായിട്ട് വറന്ന് കഴിയുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ സ്ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതുപോലെ മസാല നമ്മളൊന്ന് വറുത്തെടുക്കണം. ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് കട്ട തൈരുണ്ടല്ലോ, ആ തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതുകൊണ്ട് തൈരും ചേർത്തു, ഉപ്പും ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാല
മസാലയിൽ ഈ നമ്മുടെ ചിക്കനും തൈരും എല്ലാം കൂടെ മിക്സാണ്. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ആ തൈരിൻ്റെ വെള്ളത്തിലും ചിക്കനിലുള്ള വെള്ളം ഇറങ്ങി നമുക്കിപ്പം ഈ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മൂടി വെച്ച് ഒരു 6-7 മിനിറ്റ് നമ്മളിത് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല ഒട്ടും തന്നെ അടി പിടിക്കാത്ത രീതിയിൽ. ഈ മസാല കണ്ട് ചിക്കനിലൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഒരു 10 മിനിറ്റ് ഇതുപോലെ വെന്ത് കഴിയുമ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സോനാ മസൂരി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ 8 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മൂടി വെച്ച് തിളപ്പിക്കണം. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. ഇത് കണ്ടോ, ഇപ്പം നന്നായിട്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നത്. അതിനു മുമ്പ് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. പാകത്തിനുള്ള ഉപ്പൊക്കെ ഇപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിൽക്കണം. അപ്പോഴാണ് ആ ബിരിയാണി അരിയൊക്കെ വെന്ത് കഴിയുമ്പോൾ പാകത്തിന് ഉപ്പാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഒരു 10 മിനിറ്റ് നമുക്ക് ഈ അരി ഒന്ന് കുതിർക്കണം കേട്ടോ വെള്ളത്തിൽ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. കുതിർത്ത അരി നമുക്ക് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമ്മൾ പാകത്തിനുള്ള വെള്ളമാണല്ലോ ചേർത്തത്. അരി ചേർത്ത് കൊടുത്തു. ഇനി 1 സ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈരൊക്കെ ചേർത്തിട്ടുണ്ട്, വേണമെന്നില്ല. വേണമെങ്കിൽ ഒരിച്ചിരി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിക്കണം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളയ്ക്കണം. അരിയൊക്കെ തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് അരിയും ഒന്ന് തിളച്ചായി കഴിയുമ്പോഴാണ് നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ അടച്ചു വെച്ച് 1 വിസിൽ വരുത്തിയാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഇതിന് ദമ്മ് കൊടുക്കണമെങ്കിൽ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ട് ഒരു പഴയ പാൻ ചൂടായി കഴിയുമ്പം നന്നായിട്ട് പാൻ ചൂടാവണം. ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി പോട്ട് എടുത്തിട്ട് ഈ പാനിൻ്റെ മേലേക്ക് വെക്കണം. എന്നിട്ട് നന്നായിട്ട് കവറാകുന്ന ഒരു അടപ്പ് കൊണ്ട് ഇത് മൂടിയിട്ട് മേലെ ഒരു എന്തെങ്കിലും വെയിറ്റ് വെക്കണം. ഞാൻ ഈ മസാലയൊക്കെ ഇടിക്കുന്ന ഒരു കല്ലുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മേലിലേക്ക് വെച്ചിരിക്കുന്നത്. എന്നിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് കറക്റ്റ് 20 മിനിറ്റ് നമ്മളിത് വെക്കണം. ആ 20 മിനിറ്റും കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു സാലഡ് തയ്യാറാക്കാം. ഞാൻ 2 കുക്കുമ്പറും ഒരു മീഡിയം സൈസ് സവാളയും പച്ചമുളകും ഇച്ചിരി മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പച്ചമുളകും മല്ലിയിലയും നമ്മൾ കുക്കുമ്പറും പിന്നെ സവാളയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് തൈര്, നല്ല കട്ട തൈര് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്കൊരു സാലഡ് തയ്യാറാക്കാം. ആ ഒരു 20 മിനിറ്റ് നമുക്ക് നമ്മുടെ ബിരിയാണി സ്റ്റീം ആകുന്ന നേരം കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സാലഡും തയ്യാറാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ബിരിയാണിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റും. ഇപ്പോൾ സാലഡ് ഇവിടെ തയ്യാറായി. സാലഡ് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം 20 മിനിറ്റായി ഞാൻ ഈ ബിരിയാണി സ്റ്റൗവിൽ വെച്ചിട്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ 15 മിനിറ്റ്, അത് നമ്മൾ മറക്കരുത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ബിരിയാണി നമ്മൾ തുറക്കാവുള്ളൂ. ആ 15 മിനിറ്റിൽ അരിയൊക്കെ നന്നായിട്ട് ഒന്ന് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ കുഴയാതെ ഇരിക്കും. 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ബിരിയാണി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പതുക്കെ മിക്സ് ചെയ്യണം. അപ്പം 15 മിനിറ്റും കൊണ്ട് ആ അരിയൊക്കെ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിക്കണം. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടോടുകൂടെ ഈ സൂപ്പർ ബിരിയാണി സർവ് ചെയ്യുക. നമുക്ക് ഇപ്പം ഞായറാഴ്ചകളിലോ വിരുന്നുകാരൊക്കെ വരാൻ നേരത്ത് പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തയ്യാറാക്കാം. വേറെ കറിയൊന്നും വേണ്ട. ഇതുപോലെ ഒരു ചെറിയ സാലഡും ഒരു ഇച്ചിരി നാരങ്ങ അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ബിരിയാണി അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ഇത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ പാലക് സൊപ്പും അതുപോലെ തന്നെ മല്ലിയിലയും ഒക്കെ കൂടി അരച്ച കാരണം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോ കാണാൻ. ടിൽ ദെൻ